മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെയും സുരേഷ് ഗോപിയുടെ തിയേറ്ററിൽ എത്താനിരിക്കുന്ന JSK എന്ന ചിത്രത്തിൻ്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുരേഷ് ഗോപി നായകനായിട്ട് തിയേറ്ററിൽ എത്താനിരിക്കുന്ന JSK എന്ന ചിത്രത്തിൻ്റെ ഒരു ടീസർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റും 5 സെക്കൻഡുമായിരുന്നു ടീസറിൻ്റെ ദൈർഘ്യം. തരക്കേടില്ലാത്ത ഒരു അറ്റൻഷനാണ് പ്രേക്ഷകരിൽ നിന്നും ഈ ഒരു ടീസറിന് ലഭിച്ചിരിക്കുന്നത്. പ്രവീൺ നാരായണനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റേത് തന്നെയാണ് കഥയും തിരക്കഥയും. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു സുരേഷ് ഗോപി ചിത്രം തിയേറ്ററിൽ എത്താനിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ കൂടെ അനുപമ പരമേശ്വരനും ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ജൂൺ 20-ാം തീയതി സിനിമ തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. JSK എന്ന ഷോട്ടിന്റെ പൂർണ്ണരൂപം ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ്. സുരേഷ് ഗോപിയുടെ തകർപ്പൻ പ്രകടനം തന്നെയാണ് ആരാധകർ ഈ ഒരു ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. മമ്മൂക്കയുടെ ഇനി തിയേറ്ററിൽ എത്താനിരിക്കുന്ന മൂവിയാണല്ലോ കളങ്കാവൽ. 6 മാസങ്ങൾക്ക് മുന്നേ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം തീർന്നതാണ്. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചു വരികയാണ്. ജിതിൻ K ജോസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മെയ് മാസത്തിലും ജൂൺ മാസത്തിലും എല്ലാം ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്തൊന്നും സിനിമ തിയേറ്ററിൽ എത്തില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ജൂലൈ പകുതിയോടുകൂടിയോ അവസാനത്തിൽ മാത്രമേ കളങ്കാവൽ എന്ന് പറയുന്ന ഈ ഒരു മമ്മൂക്ക ചിത്രം തിയേറ്ററിൽ എത്തൂ എന്നുള്ള ഒരു അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. മമ്മൂക്ക ചിത്രത്തിൽ വില്ലനായിട്ട് എത്തുമ്പോൾ നായക തുല്യ വേഷത്തിലെത്തുന്നത് വിനായകനാണ്. രണ്ടുപേരും ചിത്രത്തിൽ കയ്യടി വാരി കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ. സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.